ഐസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോൺ വൂൾഫാണ് ഫ്രീ ഫയറിൽ. നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നലെ ഞാനാണെങ്കിൽ രോക്കോയിൻ്റെ വീഡിയോ പോസ്റ്റൊക്കെ ഇട്ടതില്ല, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കും. ഞാൻ ആദ്യം തന്നെ MP2B ആണ് എടുക്കുന്നത് ഐസ്. ഞാൻ പിന്നെ മറ്റേ സ്കില്ലൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങോട്ട് വരാതിരുന്നു. ഞാൻ ഇറങ്ങി കളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സ്കോപ്പൊക്കെ ചെയ്ത് നോക്കി. ഇല്ല, നമ്മൾ സ്കില്ല് പൊട്ടിച്ചുകൊണ്ട് ഒരു ഇതുണ്ട്. കൂട്ടുകാരനോട് ഞാൻ MP2B ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു 150 കൊടുത്ത് പോയ നമ്മൾ ഇത് ക്രോസ് ചെയ്ത് അടുത്ത റൗണ്ടായി. നമ്മൾ 1-0 എന്ന് ആക്കി. വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ആകണേ. ഞാൻ കുറേ നേരം കൊണ്ട് അവിടെ ആരും ഫ്ലാഷ് ഫ്രീസ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്കില്ലെടുത്ത് ഇട്ടു. സ്കില്ലെടുത്തിട്ടപ്പോൾ ഒരു സൈഡിലോട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി ഗൈസ്. മുമ്പിലിട്ടി ഞാൻ ഒരു ഫ്ലാഷ് ഫ്രീസ് എടുത്ത് വെച്ചു. ടീമേറ്റിനെ ഫിനിഷ് ആക്കിയാണ്. ഞാൻ വിചാരിച്ച് കയറി കളിക്കാമെന്നു. ആരാണെങ്കിൽ നോക്കിട്ട് അടുത്ത് 1-1 ആക്കി. അടുക്കാൻ വേണ്ടി എനിക്കായിരുന്നു എടുക്കാനുള്ളത്. ഞാൻ MP40 ആണ് എടുത്തത്. സൈഡിലോട്ട് ഓടണ്ടല്ലേ. ഞാനൊരു നൈസായിട്ട് ഒരു ഗ്ലൂ ആണ് ഇട്ട് ഗൈസ്. അമ്മക്കിനി കയറി കളിക്കാനാണ് ഞാൻ പോണത്. ഞാൻ വിചാരിച്ച സൈഡിൽ കാണുന്നു. അതുകൊണ്ട് ചെയ്തിട്ട് കൊടുത്തപ്പോഴത്തേക്കും ഇല്ലായിരുന്നു ഗൈസ്. നമ്മൾ ടീമേറ്റിനെ നോക്കിയത്. ഇനി 1v2 ആണ്. മറ്റേ ഞാൻ കുറച്ച് കൊട്ടൊക്കെ കൊടുത്ത് വിട്ടു. പിന്നെ അവൻ സൈഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് 20 കൊടുത്തു. അപ്പോഴത്തേക്ക് ഫ്ലാഷ് ഫ്രീസ് എടുത്താണ്. ഞാൻ ഗ്ലൂവാളിട്ട് മാറി നിന്നു. അപ്പോൾ അവൻ സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ ഹെഡും കൊടുത്തങ്ങ് മാറി നിന്നു. ഞങ്ങളപ്പോൾ വിചാരിച്ചു ഗ്ലൂവാൾ പൊട്ടിച്ച് അപ്പുറത്ത് വരെ അവൻ കൊള്ളാം. അവൻ കണ്ടു കാണും. ഞാൻ വലിയ ഇതൊന്നും നോക്കിയില്ല. പക്ഷെ അവൻ സൈഡിൽ നിന്ന് ഭയങ്കര അറ്റാക്ക്. 36 200 കിടന്നില്ല. ഞാൻ പിന്നെ ഒരു ബെഡ് മേടിച്ച് ഇന്നപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഫിസ്റ്റ് വെച്ച് അടിക്കാൻ പറഞ്ഞു കഴിച്ചു. ഞാനൊരു ഗ്ലൂവാൾ ഇട്ട് തലമണ്ടയ്ക്ക് ഇട്ട് എടുത്തു. പക്ഷെ ഒരു ഹെഡ് വന്നുള്ളത് കൊണ്ട് പിന്നെ ഒരു എലിമിനേഷനായി ഗൈസ്. അത് 2-1 ആക്കി ഗൈസ്. അങ്ങനെ അടുത്ത റൗണ്ട് ഞാൻ വിചാരിച്ച് ഗ്ലൂവാൾ ഇടാമെന്ന്. ചേണ്ടെന്ന് വിചാരിച്ച ഷോട്ട് അടിച്ച് കുറച്ച് കൊണ്ട് ഇത് ഷോട്ട് ഗണ്ണായതുകൊണ്ട് തന്നെ ഭയങ്കര ഡാമേജ് ഒന്നും വന്നില്ല. ഞാനാണെങ്കിൽ സീലിട്ട് ടാക്കിൾ ചെയ്യാൻ തുടങ്ങി. വിചാരിച്ച് കയറി കളിക്കാമെന്ന്. അവൻ പക്ഷെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എലിമിനേറ്റ് എന്നാണ് ചെയ്തത്. ഞാൻ വിചാരിച്ചതിലുമില്ല, അല്ലെങ്കിൽ ഹെഡ് അറിയണം. നമ്മൾ അടുത്തതായിട്ട് 3-1 ആക്കിയിട്ടുണ്ട് ഗൈസ്. ഈ 2 റൗണ്ടിൽ ജയിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കയറി കളിക്കാം. ആ സ്നൈപ്പറും ഫമാസ് 3 ആണ് എടുത്തേക്കണത് ഗൈസ്. ഞാൻ വിചാരിച്ചു അവിടെ കാണും. ഞാൻ ഈ ഫ്ലാഷ് ഫ്രീസൊക്കെ എറിഞ്ഞ് നോക്കി. പക്ഷെ അവിടെയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഗതി കെട്ട് ആ സ്കില്ലും കൂടെ എടുത്ത് എറിഞ്ഞപ്പോഴത്തേക്കും അവ അവിടെയും ഇല്ല. ഞാൻ വിചാരിച്ച് സൈഡിൽ പോയി കാണുമെന്ന്. ഞാൻ ഓടിച്ചൊന്ന് ഞാൻ ഗണ്ണെടുത്താണ് ഓടിയത്. ആ സൈഡിൽ എന്തോ കയറി തന്ന അവനാണെങ്കിൽ പോയിരിക്കണം, നെറ്റ് പോയിരിക്കണം. അതുപോലെ നമ്മുടെ ടീമേറ്റ് വന്നു. ഞാൻ ഗ്ലൂ വാൾ എൻ്റെ അകത്ത് കയറാൻ പറ്റുമോ നോക്കിയപ്പോൾ പറ്റില്ല. ഞാനാണെങ്കിൽ ഫമാസിട്ട് കൊട്ടി. പക്ഷെ അകത്തിട്ട് ഭയങ്കര കൊട്ടൽ. അത് കാരണം പക്ഷെ നമ്മളാരാ ഗൈസ്, നമ്മൾ സർവൈവ് ചെയ്ത് ഗൈസ്. ഇപ്പം സൈഡിൽ നിന്നൊന്നും അവൻ കഷ്ടപ്പെട്ടതെല്ലാം അതായത്. പക്ഷെ സോണി ഉള്ളതുകൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ ടീമേറ്റ് അവന് VSK 94 ഇട്ട് ടൈപ്പർ ഇട്ട് അടിച്ച് 123 കൊടുത്തു. അടുത്ത ലാസ്റ്റ് റൗണ്ട് ഇത് ജയിക്കുമെന്നറിയത്തില്ല. ജയിച്ച ചോദ്യമല്ലേ ഷോ.
ഞാൻ വിചാരിച്ചാൽ അവിടെ അവൻ എപ്പോഴും അപ്പുറത്ത് പോകും. അതുകൊണ്ട് ഇതിന് സ്കില്ല് അങ്ങോട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ് സ്കില്ല് അങ്ങോട്ട്. പിന്നെ ഒരു വെട്ടടിച്ചപ്പോൾ ഫ്ലാഷ് എടുത്തു. ഞാൻ വിചാരിച്ചാൽ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ ഇറങ്ങി ഓടി ഗൈസ്. ഞാൻ പിന്നെ സൈഡിൽ നിന്നെല്ലാം വന്നാലാന്നും പറഞ്ഞ് സൈഡൊക്കെ നോക്കി. ജോമാനൊന്നും വന്നില്ല. ഞാനാണെങ്കിൽ ഒരു ഇതെടുത്ത് എറിഞ്ഞ് പക്ഷെ കറക്റ്റ് കൊണ്ടിടും. അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. 123 കൊടുത്ത് ഗൈസ്, എന്നിട്ട് ഒരു ഇതുമില്ല. സൈഡിൽ നിന്ന് കയറി 2 എണ്ണം അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ചേച്ചി എടുത്തത്. അതുകൊണ്ട് തന്നെ അടുത്ത ഈ കളിയും പോയി. അപ്പോഴത്തേക്ക് നമ്മളെ ടീമേറ്റേ ഉള്ളൂ. ഈ റൗണ്ട് അവൻ സൈഡിൽ നിന്ന് കയറി അടിച്ചു. അങ്ങനെ അവസാനം അവന്മാർ ജയിച്ചു. 4-2 ആയി. ഇതിൽ ജയിക്കുകയില്ലേ ഒരു പിന്നെ ആണെങ്കിൽ ലാസ്റ്റ് ഇതുമായിട്ട് ചാടാണ് ഗൈസ്. ജയിക്കുമെന്ന് പ്രതീക്ഷ. എൻ്റെ ഇങ്ങോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും ഇടാൻ പറ്റിയില്ല. എന്താണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് അടിച്ച് കാണിച്ചു. ഇങ്ങോട്ടൊക്കെ അടിച്ച് വെച്ചേക്കാം ഗൈസ്. കറായിരുന്നു. സ്കില്ലെടുത്തോട്ട് ഇതൊരു 20 ഡാമേജ് കൊടുത്തു. മുമ്പിട്ട് ഇറങ്ങിച്ച അവനെയും കൂടെ അടിച്ച് തിരിച്ചാക്കി. അങ്ങനെ നമ്മൾ ബൂയ അടിച്ചു ഗൈസ്. സെറ്റ് ബൂയായിരുന്നു ഗൈസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.